ഇന്ന് നടന്ന റാങ്കിംഗ് ടാസ്കിൽ നടന്ന ഒരു അബദ്ധം പറയട്ടെ. അവിടെ 6ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ശ്രീതു മത്സരിച്ചുകൊണ്ടിരുന്നത്. ശ്രീതുവിന്റെ ഒപ്പം മത്സരിച്ചത് സായി ആയിരുന്നു. ശ്രീതു അവിടെ ഒരുപാട് കാര്യങ്ങൾ 6ാം സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഭാഷ അറിയില്ല, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിലൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതു നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ 6ാം സ്ഥാനത്തിന് വേണ്ടി അവിടെ മത്സരിച്ചുകൊണ്ട് നിന്നത് സായി ആയിരുന്നു. സായി അവിടെ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തി, സായി അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഗെയിം പ്ലാനുകൾ, കാര്യങ്ങൾ ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ സിജോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു, സായിയെ പോലെ ഗെയിം പ്ലാൻ നടത്തുന്ന ആളാണോ ശ്രീതു? അല്ലല്ലോ, ഇവിടെ വിസിബിൾ ആയിട്ട് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് സായിയാണ് അവിടെ 6ാം സ്ഥാനത്ത് നിൽക്കാനായിട്ട് യോഗ്യതയുള്ള വ്യക്തി എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ അവിടെ വോട്ട് കിട്ടിയത് അവിടെ സായിക്കാണ്. എന്തുകൊണ്ടും ശ്രീതുവിനേക്കാൾ ബെറ്റർ സായിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 6ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു സായി. പിന്നീട് 4ാം സ്ഥാനത്ത് നിന്ന് മത്സരിച്ച വ്യക്തിയാണ് റസ്മിൻ. റസ്മിനെ ഒപ്പോസ് ചെയ്ത് അവിടെ മത്സരിക്കാൻ വല്ലവരുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവിടെ വന്നു നിന്നു ശ്രീതു. 4ാം സ്ഥാനത്തിന് വേണ്ടി ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് 4ാം സ്ഥാനത്ത് റസ്മിനുമായി മത്സരിച്ച സമയത്ത് റസ്മിന് മഞ്ഞക്കാട് കിട്ടിയതുകൊണ്ട് റസ്മിന് ഒട്ടും യോഗ്യതയില്ല എന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് അവിടെ ശ്രീതുവിനെ പിടിച്ചു നിർത്തുകയായിരുന്നു. ശ്രീതുവിനെ ആ സമയത്ത് 4ാം സ്ഥാനത്തിന് വേണ്ടി വേറെ ആരും മത്സരിക്കാനില്ലാത്തതുകൊണ്ട് വേറെ ആള് ഒപ്പോസ് ചെയ്യാൻ വരുന്നവരെ ശ്രീതു അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതുവിനെ അവിടെ പിടിച്ചു നിർത്തി. സത്യത്തിൽ പിന്നീട് നമുക്ക് റാങ്കിംഗ് ടാസ്ക് കഴിഞ്ഞ സമയത്ത് 4ാം സ്ഥാനത്താണ് ശ്രീതു നിൽക്കുന്നത്. 6ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ മത്സരാർത്ഥിയെയാണ് ശ്രീതു. ആ മത്സരാർത്ഥിയെ കൊണ്ടുവന്ന് 4ാം സ്ഥാനത്ത് നിർത്തിയ ഇവരെയൊക്കെ എന്ത് പറഞ്ഞാണ് എന്ത് മണ്ടന്മാരെന്നാണ് നമ്മൾ വിളിക്കേണ്ടത്? 6ാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥി 4ാം സ്ഥാനത്ത്. എങ്കിൽ പിന്നെ 1ാം സ്ഥാനത്തിന് വേണ്ടി അവിടെ അപ്സരയും സിജോയും നന്ദനയും ഒക്കെ കിടന്ന് മത്സരിക്കുന്നുണ്ടായിരുന്നു. 1ാം സ്ഥാനം ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീധുവിനെ അവർക്ക് പുറത്താക്കാമായിരുന്നില്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഈ സിജോക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്നല്ലേ പറയുന്നത്. അവിടെ ബിഗ് ബോസ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ പോലും അവിടെ വാദിക്കാനുള്ള ഇനിയും ഒന്ന് ശ്രമിക്കാമായിരുന്നു. അവിടെ ഒരു ശ്രമം പോലും നടത്താതെ പിന്നെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവരൊക്കെ. അവസാനം പോയി നിൽക്കേണ്ടി വന്നു ഈ 1ാം സ്ഥാനത്ത് മത്സരിക്കേണ്ടി വന്നവർക്കൊക്കെ. അല്ല, സത്യത്തിൽ എനിക്ക് മണ്ടന്മാരാണെന്ന് തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു. 6ാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയില്ല, എന്നാൽ 4ാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്?